മക്കളെ SSLC കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ സീരിയസ് പരീക്ഷയാണ് +1 ഓണം എക്സാം. +1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോന്നറിയില്ല, നല്ല ടഫാണ്, SSLC പോലെയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് +1 ഓണം എക്സാം, എനിക്കറിയാം ഒഫീഷ്യലി നടക്കുന്നില്ല, നിങ്ങൾ സ്കൂളുകളിൽ നടത്തുന്ന കുഞ്ഞു കുഞ്ഞു എക്സാം ആണെങ്കിലും നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് നിങ്ങളെ കൊണ്ട് നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് വലിയ പ്രശ്നം, എനിക്ക് SSLC അത്രയും കിട്ടി, ഇത്ര A+ കിട്ടി, എനിക്ക് വിഷയമില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ മക്കളെ ഇപ്പം നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി പാസ്സായി പോകുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും ഫൈനൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്ക് ആ മാർക്കുകൾ നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ 520 മേടിക്കണമെങ്കിൽ അല്ല അതിൻ്റെ അടുത്തെങ്കിലും എത്തണമെങ്കിൽ നിങ്ങൾ ഈ ഓണം എക്സാം പഠിക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ആ റിക്വസ്റ്റിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ എന്താണ് മക്കളെ? നാളെ നിങ്ങൾക്ക് August 23 ഫ്രൈഡേ 7 PM ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പറയാം, ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നിങ്ങൾ നാളത്തെ ലൈവിന് എല്ലാവരും വരിക. ഫസ്റ്റ് കാര്യം നിങ്ങൾ എല്ലാവരും വരിക, ആ ലൈക്ക് അടിക്കുക, നോട്ടിഫൈ മീൻ വയ്ക്കുക. ഓക്കെ, ഈ ലൈവിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഓണം എക്സാം സ്കൂൾ വൈസ് ആയിക്കോട്ടെ, സ്കൂൾ വൈസ് അല്ലായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഓണത്തിന് വേണ്ടിയിട്ടുള്ള ആ ചാപ്റ്റേഴ്സ് മൊത്തം എങ്ങനെ പഠിച്ചു തീർക്കാമെന്ന്. ഓക്കെ, 10 ദിവസത്തിൽക്കാട്ടും കുറവുള്ളൂ, ഏകദേശം ഒരാഴ്ചയുള്ളൂ സത്യം പറഞ്ഞാൽ അല്ലേ, ആ ഒരാഴ്ച. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 7-8 ഡേയ്സ് ഉണ്ട്. ഈ 7-8 ഡേയ്സും കൊണ്ട് നിങ്ങളുടെ +1 ഓണം എക്സാമിനുള്ള ഫുൾ സിലബസ് എങ്ങനെ പഠിച്ചു തീർക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു തരും. പ്ലാനും ഉണ്ടാവും, അത് പഠിപ്പിച്ചും തരും. അപ്പോൾ നിങ്ങൾ മക്കളെ അടുത്ത ആഴ്ച കുറേ ദിവസം ലീവുണ്ട്. അപ്പോൾ എങ്ങനെ അത് പഠിക്കണം, എങ്ങനെ സ്റ്റഡി ടൈം ടേബിൾ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഞങ്ങളുടെ കൂടെ പഠിച്ച് നിങ്ങൾക്ക് ഫുൾ പഠിച്ചു തീർക്കാൻ ഞങ്ങൾ റെഡി ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ നാളെ വൈകുന്നേരം 7 o'clock ഇനി ഇതിനൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്, വളരെ രസകരമായ ക്യാഷ് പ്രൈസ് ആണ്. അത് നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക, ഒരു കമൻറ്റ് ഇട്ട് വെക്കുക, നിങ്ങൾ ഷെയർ ചെയ്തു. ഇനി സെക്കൻഡ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ 5 ഫ്രണ്ട്സ്, ഓക്കെ, നിങ്ങളൊരു 5 ഫ്രണ്ട്സിനോ ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാർക്കോ എല്ലാവർക്കും നിങ്ങൾ ഈ നാളത്തെ ലൈവ് ടുമോറോ ലൈവ് ഷെയർ ചെയ്യാം. ഓക്കെ, ടുമോറോ ലൈവ് ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, 5 ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിലായിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ആയിരിക്കാം, 5 ആൾക്കാരെങ്കിലും സാധനം എത്തണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 5 ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ഒരു 1000 ആൾക്കാരുണ്ട്, 5000 ആൾക്കാർ വരണം. ഓക്കെ, ക്ലിയർ, 6000 ആൾക്കാർ വരണം ശരിക്കും. അപ്പോൾ 5 ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്തോ, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തോ, സ്റ്റോറി ഇട്ടതോ, അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളൊരു ഗൂഗിൾ ഫോം ഉണ്ട്. ഓക്കെ, ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് സാർ ക്യാഷ് പ്രൈസ് കിട്ടുക? എനിക്ക് എന്ത് ക്യാഷ് പ്രൈസ് കിട്ടുക? വളരെ സിമ്പിൾ. നാളത്തെ ഈ ലൈവിലെ എത്ര ആൾക്കാർ വരുന്നു അതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 3K 4K അല്ല, നിങ്ങളെന്നെ നെട്ടിച്ച് 5K ആൾക്കാർ വന്നു, 5000 ആൾക്കാർ വന്നാൽ ഇത് 5 ആൾക്കാർക്ക് ഈ ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടും. 5 ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ 5000 ഡിവൈഡ് ബൈ 5 എത്രയും മക്കളെ? 5 ആൾക്കാർക്ക് 1K നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, നിങ്ങൾ 5 ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടുണ്ടാവണം. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് അടിക്കുക, നിങ്ങളങ്ങനെ പോയി ബിരിയാണിക്ക് അടിക്കുക, എന്ത് വേണമായിക്കോട്ടെ. എത്ര ആൾക്കാർ ടോട്ടൽ വരുന്നു, ആൾക്കാർ ടോട്ടൽ വരുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 5 പെർ പേഴ്സൺ കിട്ടും. ഓക്കെ, പെർ പേഴ്സൺ കിട്ടും. അങ്ങനെ 5 ആൾക്കാർക്ക് കിട്ടും, ആ കാര്യം മറക്കരുത്. 10000 ആൾക്കാർ വന്നാൽ എത്ര ആൾക്കാരെ കിട്ടുക? 2000 രൂപ പെർ പേഴ്സൺ കിട്ടും. 20000 ആൾക്കാർ വന്നാൽ എത്ര കിട്ടുക? കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നാളത്തെ ലിങ്ക് ഷെയർ ചെയ്യുക 5 ഫ്രണ്ട്സിന്, അത് എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ഫോമിൽ ഇടാൻ മറക്കരുത്. നാളെ നമ്മൾ പിക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ മാക്സിമം ലൈവ് വ്യൂവേഴ്സിനെ കൊണ്ടുവരാം. 7 to 8 ദിവസത്തിൽ +1 ഓണം എക്സാമിനുള്ള എല്ലാം എങ്ങനെ പഠിച്ചു തീർക്കാമെന്ന് പറഞ്ഞാൽ മക്കളെ എല്ലാവർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞ വർഷത്തെ 19 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 520 മേടിച്ച് 19 കുട്ടികൾ എക്സാം വിന്നറിൻ്റെ ആയിരുന്നു. ഓക്കെ, എക്സാം വിന്നറിൻ്റെ ബാച്ച് ഇന്നേ വരെ ഇത്രയും റെക്കോർഡിംഗ് ഇത്രയുള്ള റിസൾട്ട് ഇന്നേ വരെ കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സും ഏറ്റവും ബെസ്റ്റ് സംഭവങ്ങളും കണ്ടന്റും ക്വസ്റ്റ്യൻസും എല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരും ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ, ഈ ഒരാഴ്ച കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ എക്സാമിനറിന് റെക്കോർഡ് പൊട്ടിക്കാൻ പോകുന്ന താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ വേഗം തന്നെ നാളത്തെ ലൈവിൻ്റെ ലിങ്ക് എടുത്തു വെക്കുക, ഷെയർ ചെയ്യുക, വരിക. മേക്ക് ഷുവർ നിങ്ങൾ നാളെ വരുമ്പോൾ ഫുൾ എനർജിയോടെ വന്നോ, കാരണം ഒരാഴ്ച കൊണ്ട് നിങ്ങൾ +1 ഓണം എക്സാം പഠിച്ചു തീർക്കും. അപ്പോൾ മക്കളെ എല്ലാവരും നിങ്ങൾ ഈ സ്റ്റഡി ചാലഞ്ചിന് റെഡി ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക റെഡി. നാളെ വരിക, ലൈവ് ഷെയർ ചെയ്യുക, ക്യാഷ് പ്രൈസ് മേടിക്കുക. നമുക്ക് നാളെ 7 o'clock കാരണം എല്ലാ ഫ്രണ്ട്സിനെയും ബയോമാക്സ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാവരും വിളിച്ചുകൊണ്ട് വരിക. നമുക്ക് തകർക്കാം ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. നമുക്ക് ഓണം എക്സാം എങ്ങനെ വേണമായിക്കോട്ടെ നമ്മൾ തകർക്കും, അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും വരിക നാളെ ഫ്രൈഡേ 7 o'clock.